അപ്പോൾ ഇതാ കിച്ചൺ കയറി കൊണ്ടുവന്ന് ഈദല്ലേ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. നമ്മളിവിടെ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രമൊന്നും ഇനി ആക്കണില്ല കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി കേട്ടോ. അപ്പോൾ ഈദ്ഗാഹിനൊക്കെ പോയിരുന്നു, ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഞാൻ അത് വലിയ ചെമ്പിൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരും, പിന്നെ അനിയൻ വരും. അപ്പോൾ ഇതാ ഇതിങ്ങനെ വേറെ ചട്ടിയിൽ വറുക്കാനാവില്ലാന്ന് എഴുതിയിട്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് ചൂടായാൽ മതി കേട്ടോ. പിന്നെ ബിരിയാണിൻ്റെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതാ ബീഫ് നാട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെള്ളം വറ്റിച്ച് കൊടുന്നതാണ്. വെറും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിക്ക് മുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇടണം. എന്നിട്ട് ചെറുതാക്കി പൊരിച്ചെടുക്കണം. സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് മഞ്ഞളും മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീഫിൻ്റെ മസാല, അപ്പോൾ ചിക്കന് ഇത്ര ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റണം കേട്ടോ. നല്ലോണം വഴറ്റണം എന്ന് പറഞ്ഞാൽ നല്ലോണം വഴറ്റണം. ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. അതാ ബീഫ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലയൊക്കെ ഇങ്ങനെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി തന്നിട്ടിട്ടുണ്ട്. ബീഫ് ഇതാ ഇങ്ങനെ കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്, എണ്ണയിൽ അല്ലാത്ത പോരുന്നത്.